എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 5 മാസം 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് പീരിയഡ്സ് ഉണ്ടായിരുന്നത്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് പീരീഡ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഡെലിവറി കഴിഞ്ഞ പിറ്റേ മാസം തൊട്ട് തന്നെ എനിക്ക് റെഗുലറായിട്ട് എപ്പോഴും വരുന്ന പോലെ തന്നെ പീരിയഡ്സ് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി പെയിൻ കുറച്ച് കൂടുതലാണെന്ന് പറയാം ഈ പ്രാവശ്യം. ഈ കഴിഞ്ഞ മോള് ജനിച്ചപ്പോൾ തൊട്ടേ എനിക്ക് വരുന്ന പീരിയഡ്സ് എല്ലാ മാസവും ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ. അന്നേരമൊക്കെ ഈ ഒരാളാണ് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത്. എനിക്കറിയില്ല, ആ ഒരു സമയത്ത് മാത്രം, അല്ലാത്തപ്പോൾ എപ്പോഴും എന്നോട് വടി കൂടുമെങ്കിലും എനിക്ക് പീരിയഡ്സ് ആയി എന്ന് അവൾക്ക് മനസ്സിലാവുമ്പോൾ തന്നെ അവൾ ഞാൻ പറയുന്ന പോലെ തന്നെ കേൾക്കാറുണ്ട്. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അവൾക്കറിയാം ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായത് അവൾക്ക് എങ്ങനെ അറിയാതിരിക്കുക, ഈ മനുഷ്യനെ കണ്ടിട്ടല്ലേ അവൾ പഠിക്കുന്നത്. പീരിയഡ്സിൻ്റെ പെയിൻ എന്താണെന്ന് പോലും അറിയാത്ത ജിജുവേട്ടൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ചായ ഇട്ട് തരണം കേട്ടോ. കാരണം വെച്ചാൽ ഹോൾ ഡേ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചായ ഇട്ട് തരാണ്. അപ്പോൾ എനിക്ക് തോന്നി ചെറിയൊരു അപ്രീസിയേഷൻ ഡിസേർവിംഗ് ആണ് രണ്ടാളും.